അമേരിക്കയിൽ ഒരാൾക്ക് സിഗരറ്റ് വലിക്കണമെങ്കിൽ, സിഗരറ്റ് മേടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കഹോൾ കൺസ്യൂം ചെയ്യണമെങ്കിൽ നിയമപ്രകാരം 21 വയസ്സാകണം. അതാണ് ഫെഡറൽ ഏജ് എന്ന് പറയുന്നത്, റെസ്ട്രിക്റ്റഡ് ഏജ് എന്ന് പറയുന്നത്. പക്ഷേ ഒരാൾക്ക് ഹാൻഡ് ഗൺ പൊസസ് ചെയ്യണമെങ്കിൽ നിയമപ്രകാരം 18 വയസ്സായാൽ മതി. 2 തോക്ക് കൈവശം വെക്കാം. അതെന്താണ് 1791 സെക്കൻഡ് അമെൻമെൻറ്റ് കാലം മുതൽ അമേരിക്കൻ ഭരണഘടനയുള്ള കാര്യമാണ്. അത് ഏതെങ്കിലും ഒരു ജനറൽ നോട്ടിഫിക്കേഷൻ കാര്യമല്ല. അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് തോക്ക് കൈവശം 18 വയസ്സായ ഒരാൾക്ക് 2 തോക്ക് കൈവശം വെക്കാം. അതേക്കുറിച്ച് തന്നെ സൂക്ഷ്മമായി പറഞ്ഞാൽ അതിൽ പറയുന്ന ഹാൻഡ് ഗൺ ആണ്. അപ്പോൾ ലോങ് ഗൺ അതിൻ്റെ താഴെയുള്ള വയസ്സുള്ളവർക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. 18 വയസ്സായി കഴിഞ്ഞാൽ ഹാൻഡ് ഗൺ 2 കൈവശം പോകും. അമേരിക്കയുടെ പോപ്പുലേഷൻ ലോക ജനസംഖ്യയുടെ 4% അമേരിക്കയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ലോകത്തെ പ്രൈവറ്റ് ഗണ്ണിൻ്റെ 46% അമേരിക്കയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെൻസിറ്റി ആലോചിച്ച് നോക്കും. എത്ര ലൈസൻസ്ഡ് ഗൺസ്? ലൈസൻസ് ആവശ്യമില്ല ശരിക്കും. പ്രൈവറ്റ്ലി ഓൺ ഗൺ എന്ന് പറയാം, ലീഗലി ഓൺഡ് ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ 46% ഈ പറയുന്ന ലോകത്ത് മൊത്തം പ്രൈവറ്റ്ലി ഓൺ ഗണ്ണിൻ്റെ 46% അമേരിക്കയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം ശരാശരി 50,000 ആളുകൾ അവിടെ കൊല്ലപ്പെടുന്നുണ്ട്, വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് നമ്മൾ കാണണം. ഇപ്പോൾ നമ്മൾ സാധാരണ ആഭ്യന്തര കലാപം നടക്കുന്ന രാജ്യങ്ങൾ, സംഘർഷമുള്ള രാജ്യങ്ങൾ, ഇതേക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ അവികസിത നാടുകളിലേക്കാണ് പോവുക. 50,000 മനുഷ്യർ, സിവിലിയൻസ് അവിടെ അവരുടെ തന്നെ സഹോദരന്മാരുടെ വെടിയേറ്റ് ഒരു വർഷം അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ പൊളിറ്റിക്സിലെ പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റാണ് ഈ ഗൺ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇത് സ്ട്രിക്റ്റ് ആക്കണം, ഗൺ ലോ സ്ട്രിക്റ്റ് ആക്കണം, സ്ട്രിക്റ്റ് ആക്കണ്ട, ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അമേരിക്കൻ പൊളിറ്റിക്സിലെ കൗതുകകരമായിട്ടുള്ള ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ. അബോർഷൻ ലോ ബന്ധപ്പെട്ട ഡിബേറ്റ്, പിന്നെ ഈ ഗൺ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട ഡിബേറ്റ്. അതിൽ ഈ ഗൺ ലൈസൻസിങ് അത് സ്ട്രിക്റ്റ് ആക്കരുത് എന്ന നിലപാടുള്ള, ഇപ്പോഴത്തെ മട്ടത്തിൽ തന്നെ പോകണം എന്ന ശക്തമായ നിലപാടുള്ള ആളാണ് ആര്? ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആൾ. അതിൽ കൈവെക്കരുത് എന്നുള്ളതാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി പൊതുവെ ആ പൊസിഷനാണ് എടുക്കുന്നത്. അതിൽ കുറച്ചും കൂടി കടുത്ത പൊസിഷനാണ് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്നത്. ഡെമോക്രാറ്റുകൾ ഇൻ പ്രിൻസിപ്പിൾ ഈ തോക്ക്, ഈ ഗൺ രാജ് അവസാനിപ്പിക്കണം, സ്ട്രിക്റ്റ് ആക്കണം എന്ന അഭിപ്രായമുള്ളവരാണ്. പക്ഷേ അവരാരും അതിൽ ഇതുവരെ തൊട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അതിലേറ്റവും ശക്തമായ നിലപാടെടുത്ത ഒരാൾ ഒബാമയായിരുന്നു. ഒബാമയും അധികാരത്തിൽ വന്നപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണത് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനം ഈ ഗൺ ലോബി എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. ഈ സയനിസ്റ്റ് ലോബി, ഇസ്രായേൽ ലോബി എന്നൊക്കെ പറയുന്നത് പോലെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അതിഭയങ്കരമായിട്ടുള്ളൊരു ശക്തിയാണ്. കാരണം അത് വലിയൊരു ഇൻഡസ്ട്രിയാണ് നിഷാദ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഗൺ ലോസിൽ എന്തെങ്കിലും സ്ട്രിക്റ്റർ മെഷേഴ്സ് കൊണ്ടുവരുമ്പോൾ അത് ആരെയാണ് ബാധിക്കുന്നത്? ഇവരുടെ വ്യവസായത്തെയാണ്, കച്ചവടത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പൊളിറ്റിക്സിൽ ഈ ക്യാമ്പയിനിങ്ങിൽ വലിയ തോതിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ആ നിലക്ക് മാറ്റാനുള്ള ഒരു പൊളിറ്റിക്കൽ വിൽ ഇവർക്ക് ആർക്കും ഉണ്ടാവില്ല. രണ്ടാമത് മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അത് സെക്കൻഡ് അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഭരണഘടനയുടെ ജീവാത്മാവ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊവിഷനാണത്. അതെങ്ങനെയാണ് വന്നതെന്നുള്ള എഗൻ കൗതുകകരമായുള്ള സംഗതിയാണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ സംവിധാനമാണ്. അപ്പോൾ ജനാധിപത്യപരമായി സംഘടിപ്പിക്കപ്പെട്ട ഭരണകൂടത്തെ പട്ടാളം അട്ടിമറിക്കുകയാണെങ്കിൽ അതിനെങ്ങനെ പ്രതിരോധിക്കാം എന്ന് അവിടുത്തെ ഭരണഘടനാ വിധാതാക്കൾക്കിടയിൽ വലിയ ഗൗരവപ്പെട്ട ചർച്ച നടക്കുന്നു. അപ്പോൾ അവർ കണ്ടെത്തിയ ഉത്തരമാണ് എന്ത് ചെയ്യാം, നമ്മൾ സിവിലിയൻസിനെ ആം ചെയ്യാം, പീപ്പിൾസ് മിലീഷ്യ, ജനങ്ങൾ അതിനെ പ്രതിരോധിക്കണം. അപ്പോൾ ജനങ്ങൾക്ക് പ്രതിരോധിക്കണം എന്ത് വേണം? ആയുധം വേണം. അങ്ങനെയാണ് ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഇത് വരുന്നത്.